LSS പരീക്ഷാ പരിശീലനത്തിൽ നമ്മൾ ഇന്ന് നോക്കുന്നത് പരിസര പഠനമാണ്. ഒന്നാമത്തെ ചോദ്യം, ചെകിളപ്പൂക്കൾ മത്സ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു? ചെകിളപ്പൂക്കൾ മത്സ്യത്തിന് എങ്ങനെ പ്രയോജനപ്പെടുന്നു? ഓപ്ഷൻസ്: എ. നീന്താൻ, ബി. വേഗത്തിൽ സഞ്ചരിക്കാൻ, സി. വെട്ടിത്തിരിയാൻ, ഡി. ശ്വസിക്കാൻ. ഉത്തരം ഓപ്ഷൻ ഡി, ശ്വസിക്കാൻ. രണ്ടാമത്തെ ചോദ്യം, മരപ്പൊത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളിൽ പെടാത്തത് ഏത്? മരപ്പൊത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: എ. മരംകൊത്തി, ബി. പൊന്മാൻ, സി. മൂങ്ങ, ഡി. തത്ത. ഉത്തരം ഓപ്ഷൻ ബി, പൊന്മാൻ. മൂന്നാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഉഭയജീവി അല്ലാത്തത് ഏത്? താഴെ പറയുന്നവയിൽ ഉഭയജീവി അല്ലാത്തത് ഏത്? ഓപ്ഷൻസ്: എ. സിസീലിയനുകൾ, ബി. ന്യൂട്ടുകൾ, സി. ആൽഗകൾ, ഡി. തവളകൾ. ഉത്തരം ഓപ്ഷൻ സി, ആൽഗകൾ. തണുപ്പിനെ അതിജീവിക്കാൻ ത്വക്കിനടിയിലെ കൊഴുപ്പ് ഉപയോഗപ്പെടുത്തുന്ന ജീവി ഏത്? തണുപ്പിനെ അതിജീവിക്കാൻ ത്വക്കിനടിയിലെ കൊഴുപ്പ് ഉപയോഗപ്പെടുത്തുന്ന ജീവി ഏത്? ഓപ്ഷൻസ്: എ. താറാവ്, ബി. പാമ്പ്, സി. പെൻഗ്വിൻ, ഡി. ഉടുമ്പ്. ഉത്തരം ഓപ്ഷൻ സി, പെൻഗ്വിൻ. മണ്ണെടുപ്പ് മൂലം നശിക്കപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ. മണ്ണെടുപ്പ് മൂലം നശിപ്പിക്കപ്പെടുന്ന ഒരു ആവാസ വ്യവസ്ഥ. ഓപ്ഷൻസ്: എ. കുന്ന്, ബി. മരം, സി. കുളം, ഡി. കടൽ. ഉത്തരം ഓപ്ഷൻ എ, കുന്ന്. ആറാമത്തെ ചോദ്യം, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ തമ്മിലുള്ള ആശ്രയത്വത്തിന് ഉദാഹരണം. ജീവനുള്ളതും ജീവനില്ലാത്തതുമായ ഘടകങ്ങൾ തമ്മിലുള്ള ആശ്രയത്വത്തിന് ഉദാഹരണം. ഓപ്ഷൻസ്: എ. വെള്ളത്തിലെ മീൻ, ബി. ചെടിയിലെ പുഴു, സി. തവളയെ വിഴുങ്ങുന്ന പാമ്പ്, ഡി. മീൻ തിന്നുന്ന പൊന്മാൻ. ഉത്തരം ഓപ്ഷൻ എ, വെള്ളത്തിലെ മീൻ. ഏഴാമത്തെ ചോദ്യം, ഫാക്ടറികളിൽ നിന്നുമുള്ള പുക ഏത് തരം മലിനീകരണമാണ് പ്രധാനമായും ഉണ്ടാക്കുന്നത്? ഫാക്ടറികളിൽ നിന്നുമുള്ള പുക ഏത് തരം മലിനീകരണമാണ് പ്രധാനമായും ഉണ്ടാക്കുന്നത്? ഓപ്ഷൻസ്: എ. മണ്ണ്, ബി. വായു, സി. വെള്ളം, ഡി. ശബ്ദം. ഉത്തരം ഓപ്ഷൻ ബി, വായു. എട്ടാമത്തെ ചോദ്യം, ആസിഡ് മഴ ഉണ്ടാകുന്നത് എങ്ങനെ? ആസിഡ് മഴ ഉണ്ടാകുന്നത് എങ്ങനെ? ഓപ്ഷൻസ്: എ. വായുമലിനീകരണം മൂലം, ബി. പ്രകാശമലിനീകരണം മൂലം, സി. ആകാശമലിനീകരണം മൂലം, ഡി. മണ്ണ് മലിനീകരണം മൂലം. ഉത്തരം ഓപ്ഷൻ എ, വായുമലിനീകരണം മൂലം. ഒൻപതാമത്തെ ചോദ്യം, മരം, കുളം, കാവ് ഈ മൂന്ന് ആവാസ വ്യവസ്ഥകളിലും അംഗമാകാനിടയുള്ളത്. മരം, കുളം, കാവ് ഈ മൂന്ന് ആവാസ വ്യവസ്ഥകളിലും അംഗമാകാനിടയുള്ളത്. ഓപ്ഷൻസ്: എ. പാമ്പ്, ബി. മൈന, സി. കാക്ക, ഡി. മീൻ. ഉത്തരം ഓപ്ഷൻ എ, പാമ്പ്. പത്താമത്തെ ചോദ്യം, ഇരയെ കൊത്തിക്കീറാൻ സഹായിക്കുന്ന കൂർത്ത് വളഞ്ഞ ചുണ്ടുകൾ ഏത് പക്ഷിയുടെ അനുകൂലനമാണ്? ഇരയെ കൊത്തിക്കീറാൻ സഹായിക്കുന്ന കൂർത്ത് വളഞ്ഞ ചുണ്ടുകൾ ഏത് പക്ഷിയുടെ അനുകൂലനമാണ്? ഓപ്ഷൻസ്: എ. താറാവ്, ബി. പരുന്ത്, സി. തത്ത, ഡി. തേൻകുരുവി. ഉത്തരം ഓപ്ഷൻ ബി, പരുന്ത്.